ഹലോ. നമ്മുടെ കണ്ണൂരിൽ നമ്മുടെ നാട്ടിൽ ഒരു തെയ്യം കാണാൻ പോയ ഒരു കുട്ടിയുടെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? എന്റെ നാട്ടിൽ ഇന്നലെ ഒരു തെയ്യം ഉണ്ടായി. കൊളച്ചേരിയിൽ ചാത്തമ്പള്ളിക്കാവിൽ ഇന്നലെ ഒരു തെയ്യം ഉണ്ടായി. അപ്പൊ ആ തെയ്യത്തിന് ഞാനും പോയി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളുടെ കൂടെ പോയെ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി തെയ്യം കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം തോന്നി. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ ഞാൻ അവളുടെ കൂടെ പോയി ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ട് ആ സ്റ്റോറി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറെ ആൾക്കാർ എന്റെ ഫാമിലി മെമ്പേഴ്സിനെ അയച്ചു കൊടുത്തിട്ട് എന്റെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എടാ ഇവിടെ എന്താ മതം മാറിയോ? ഒരു മുസ്ലിം കുട്ടി ഹിന്ദുക്കളെ ആചാരപ്രകാരമുള്ള തെയ്യം കാണാൻ പോയതാണ് ഇവിടെ കുറച്ച് ആളുകൾക്ക് കുരുപൊട്ടിയത്. അപ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു മുസ്ലിം കുട്ടിയല്ലേ, ഇവരെങ്ങനെയാപ്പോൾ തെയ്യം കാണാൻ പോയത്? അപ്പോൾ ഇവള് മുസ്ലിം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തിട്ട് അവരുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ ഹിന്ദു ആയി ഒരു പെൺകുട്ടി തട്ടെടുത്ത് അമ്പലത്തിൽ പോയി വെച്ചിട്ടോ, ഒരു ഹിന്ദു കുട്ടി ഒരു വെച്ചിട്ട് പള്ളിയിലേക്ക് വന്നു വെച്ചിട്ടോ മതം മാറണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് മതമുണ്ട്, മതം ഭ്രാന്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലായി. എന്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എങ്ങനെയാണ്. എന്റെ ഉമ്മക്ക് എന്റെ വീട്ടുകാർക്ക് എല്ലാവരും പ്രശ്നം തന്നെ. നിങ്ങൾക്ക് ഞാനൊരു തെയ്യത്തിന് പോയി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചോദിച്ചില്ല? അത് സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചിട്ടാ ഇവിടെ മതം മാറില്ല, നിങ്ങൾ മുസ്ലിം അല്ലേ? അതാണ് ചോദ്യം. എന്റെ ഉമ്മാക്കും വീട്ടുകാർക്കും ഇല്ലാത്ത എന്ത് ഇതാണ് നിങ്ങൾക്കില്ലത്, നാട്ടുകാർക്കില്ലത്, ഇത് കാണുന്നവർക്കില്ലത് എന്നതാണ് ചോദ്യം. അത് ശരി തന്നെയല്ലേ? ഈ കാണുന്നവർക്കാണ് പ്രശ്നം. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ കാണുന്നവർക്ക് എന്താ മുസ്ലിം കുട്ടി ഹിന്ദുക്കളെ ഈ ഒരു തെയ്യം കാണാൻ പോലെ, അതും ഈ കാലഘട്ടത്തിൽ, ഈ 2025 കാലത്തിൽ. എൻ്റെ അമ്മോ, പോയില്ലേ, എല്ലാം പോയില്ലേ. പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർക്കാർ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മുടെ കണ്ണൂരിൽ ഈ അമ്മമാരായാലും നമ്മുടെ ബാങ്ക് കേട്ടിട്ട് വെള്ളത്തിക്കുന്ന ടീമാ അല്ലെ? ഈ ആയിക്കോട്ടെ പാപ്പനശ്ശേരിയിലും ഉറൂസിനും എത്ര ഹിന്ദുക്കൾ വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ മക്കാമിന്റെ ഉള്ളിൽ കയറിയിട്ട് വെള്ള പുടവ കൊടുക്കാനും കുട്ടികളുടെ ഡ്രസ് കൊടുക്കാനും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പറശ്ശിനി അമ്പലത്തിൽ എത്ര മുസ്ലിം കുട്ടികൾ ഉച്ചക്ക് പോയി ഫുഡ് കഴിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് മുത്തപ്പനെ കാണുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചിട്ട് കണ്ണൂർക്കാർ അഭിമാനം കൊള്ളുന്ന ഒരു സ്ഥലമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. ആ ക്ഷേത്രത്തിൽ ആർക്കും വരാം, ഏത് മതത്തിലുള്ളവരും ജാതിയിലുള്ളവർക്കും എവിടെയും എപ്പോഴും വരാം, ആരും തടിയില്ല, നിങ്ങളെ ഒരാളും തടിയില്ല. അതായത് തട്ടുവിട്ടിട്ടായാലും മറ്റേ കുരിശ് വരച്ചിട്ടായാലും ഏത് രൂപത്തിലായാലും അവിടെ വരാം, ആരും നിങ്ങളെ തടിയില്ല. അതൊരു ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ ആ ക്ഷേത്രത്തിലേക്ക് വരാം. എൻ്റെ കൂടെ ഒരുപാട് മുസ്ലിം കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട്, ആ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു പ്രയാസമില്ല, ഒരാളും നിങ്ങളെ തടിയില്ല. അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇട്ട കുട്ടിക്കും വേണ്ടിയെങ്കിൽ പൊളച്ചേരിയല്ലേ, ഈ ഒരു അടുത്തുള്ള പ്രദേശമല്ലേ, തീർച്ചയായിട്ടും മുത്തപ്പൻ്റെ അവിടെ വന്ന് നോക്ക്, ഒരാളും നിങ്ങളെ തടിയില്ല, ഒരു പ്രയാസവും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് ആക്കിയാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഈ ഒരു മറ്റ് ആളുകൾക്കായിരിക്കും പ്രയാസം ഉണ്ടാവുക, നാട്ടുകാർക്കാണ് ഈ ഒരു പ്രയാസം. അപ്പോൾ എൻ്റെ മതം ഇതായതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മതത്തിലേക്ക് പോയിക്കൂടാ, പള്ളിയിൽ പോയിക്കൂടാ. അത് ഞാൻ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ പോകാറുണ്ട്, ഒരുപാട് പള്ളികളിലെ ഉത്സവങ്ങളിൽ പോകാറുണ്ട്, അതേപോലെ തന്നെ ഉറൂസിന് പോകാറുണ്ട്, ഒരുപാട് സ്ഥലത്തേക്ക് പോകാറുണ്ട്. കാരണം അതൊന്നും നമ്മൾ ജാതി മത ഭേദമന്യേ പോകുന്നതാണ്. അതിനൊന്നും നമുക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. നമ്മൾ സ്റ്റാറ്റസ് ഇടലുണ്ട്, കാര്യങ്ങൾ ചെയ്യേണ്ടി. എന്നോട് ഇന്നേ വരെ ഒരാൾ എന്തുകൊണ്ട് നീ ആ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ പോയി എന്ന് ഇന്നേ വരെ എന്നോടാരും ചോദിച്ചില്ല. അത് എൻ്റെ സർക്കിളിലുള്ള ആളുകൾ എന്നെ ആ വിധത്തിൽ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ കാണുന്നവർക്ക് ആ സ്ഥലത്ത് തന്നെ മറുപടി സ്പോട്ട് കൊടുത്താൽ പിന്നെ ആ സൂക്കേട് ഉണ്ടാവില്ല. കാരണം കുട്ടി നല്ല ബോൾഡായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം മറുപടികളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു തെറ്റായ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നവർക്കുള്ള നല്ലൊരു മറുപടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.